എത്ര പ്രയാസം ഉണ്ടെങ്കിലും അതിനിപ്പുറത്ത് ആയിരക്കണക്കിന് നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു നിഅമത്ത് പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും, പക്ഷെ അത് വലിയ നിഅമത്തായിരുന്നല്ലോ. യാ അല്ലാഹ്, ഓരോന്നും വലുതല്ലേ. എൻ്റെ ഈ വിരലിന് ചെറിയൊരു ഗ്ലാസ് തട്ടിയിട്ട് ചെറിയൊരു മുറി പറ്റി, 2 ദിവസം മാറിയിട്ടുണ്ട്. ചെറിയ ബാൻഡേജൊക്കെ വെച്ചിങ്ങനെ, പടച്ച റബ്ബേ, ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഈ ബാൻഡേജ് കൊണ്ട് ചോറ് വയ്ക്കാൻ പറ്റൂലല്ലോ. ഞാൻ അപ്പോൾ സ്പൂൺ കൊണ്ട് വയ്ക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ, ഒരു വിരല് മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ സ്വഹാബികളെ കൈയൊക്കെ മുറിഞ്ഞതാ, നമ്മളിപ്പോൾ ഒരു കട്ടായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത, എഴുതാൻ പറ്റുന്നില്ല, കീബോർഡ് ടൈപ്പ് ചെയ്യാൻ, കമ്പ്യൂട്ടർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, 2 വിരലുകൊണ്ടൊക്കെ നീക്കേണ്ടതും പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുക, റബ്ബേ, എത്ര ചെറിയൊരു കാര്യത്തിൽ നമുക്ക് പരീക്ഷണം വന്നാൽ അതൊരു പ്രയാസം തന്നെയാണ്. ഇപ്പൊ വലുത് ആലോചിച്ച് നോക്കി നിങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നവർ, അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. എല്ലാം നമ്മൾ മറക്കും, എല്ലാ പരാതിയും തീരും നമ്മുടെ ശരീരത്തിനൊരു അസുഖം വന്നാൽ. നമ്മളപ്പം പറയും പൊരല്ലായിരുന്നു. നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ സന്തോഷം എന്നുള്ള സാധനം വരാനുള്ള സാധനം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അതൊന്നും കിട്ടൂല. പൊരപ്പണി കഴിഞ്ഞാൽ സന്തോഷം വരും, കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞാൽ സന്തോഷം വരുന്ന അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് കുട്ടിയാവട്ടെ, കുട്ടിയാവാതിരുന്നാലും വല്ല ടെൻഷനല്ലേ, കുട്ടിയായിട്ട് എനിക്ക് സന്തോഷം വരും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ സെക്കൻഡ് അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണെന്ന് നമുക്ക് അറിയാറില്ല പലർക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാൻ പോണത്. നമ്മൾ ഈ നിമിഷം എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ നിൽക്കുക, എത്ര അസുഖം നമുക്കുണ്ടായിരിക്കും, എന്നാലും എത്ര നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ?